അപ്പൊ മൈസൂർ ഞങ്ങൾ രാവിലെ എത്ര മണിക്ക് എത്തി? 11-12 മണിക്ക് ഞങ്ങൾ എത്തിന്ന് പറയല്ല, 1:30 എത്തി. രാവിലെ 4:30 ഇറങ്ങിയിട്ട് ഏട്ടൻ പറഞ്ഞു വഴിക്കടവ് നാടുകാണി വഴി നല്ല വൈബാണ്, അവിടെ ഒരു വൃത്തികെട്ട റോഡ് കൂടെ ഞങ്ങൾ വന്നത്. നല്ല അത് റോഡ് പറഞ്ഞാൽ ഭയങ്കര മോശമായിരുന്നു. ഇനി കേരളത്തിൽ നിന്ന് വരുന്നവര് അതിലൂടെ വരരുത്. അപ്പൊ ഇനി ഞങ്ങള് അതെ ഇനി സത്യമംഗലം വഴി തിരിച്ചു പോണ വൈബാണ് പറയുന്നുണ്ട്. അത് പോയി കഴിയുമ്പോ ഞാൻ ബാക്കി നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ ഞങ്ങൾ രാവിലെ ഉച്ചയ്ക്ക് വന്നു, ഒരു ഹോട്ടൽ എടുത്തു. ഇതിന്റെ പേരെന്തായിരുന്നു? കേരള ഹോട്ടൽ. പേരെന്താ? ആശീർവാദ്. നമ്മുടെ ലാലേട്ടന്റെ സ്വന്തം ആശീർവാദം. അതിലെ റൂം എടുത്തു. റൂമിന്റെ നല്ല റൂം കേട്ടോ, നമ്മൾ 6 ആൾക്ക് പറ്റിയ റൂം അല്ലേ? അടിപൊളി റൂം. നമ്മൾ ആരുമില്ല, അങ്ങനത്തെ വലിയ ആൾക്കാരൊന്നുമില്ല, ചെറിയ മക്കൾ മാത്രമായിട്ടുള്ള ബാച്ചിലേഴ്സ് പാർട്ടി. ഏറ്റവും ചെറുത് ഞാന്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണ്. പിന്നെ അതവിടെ ഉണ്ട് മോനെ. അപ്പൊ ഞങ്ങൾ വന്നു. അത് കഴിഞ്ഞിട്ട് നേരെ കുറെ പ്ലാനുകളൊക്കെ ചെയ്തു. അവസാനം എല്ലാം ഫ്ലോപ്പായി പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു യാത്ര ഉണ്ടാവില്ല അല്ലെ? അത്രയും ഒന്നാമത് ഫസ്റ്റ് തന്നെ ടോൾ സമയത്ത് പിടിച്ചു ഞങ്ങളെ. അത് സ്റ്റേറ്റ് ഹൈവേ ആയിരുന്നു. ഞങ്ങള് 3000 അടച്ചിട്ടുണ്ടായിരുന്നപ്പോ വർഷത്തിലേക്ക് നമ്മള് അടച്ചായിരുന്നു 3000 രൂപ. അത് നാഷണൽ ഹൈവേയിൽ മാത്രമേ പറ്റുള്ളൂ അല്ലെ? സ്റ്റേറ്റ് ഹൈവേയിൽ പറ്റില്ല. അതിൽ പോയി. പിന്നെ പോലീസ് 2 തവണ പോലീസ് പിടിച്ചു. അല്ല, പോലീസ് വേറെ പിടിച്ചു. അയാൾ ആദ്യം പറഞ്ഞു ഊതാൻ പറഞ്ഞു, വേട്ടനെ ഊതിച്ചു. അത് നോ പ്രോബ്ലം. അത് കഴിഞ്ഞ് ലൈസൻസ് വേണം പറഞ്ഞു, പൊല്യൂഷൻ വേണം പറഞ്ഞു, ഇൻഷുറൻസ് വേണം പറഞ്ഞു, അതെല്ലാം ഓക്കെ. പിന്നെ അയാൾക്ക് എങ്ങനെയാ പൈസ കിട്ടാൻ വേറെ വഴിയില്ല. അപ്പൊ അയാള് 5 സീറ്റിന്റെ വണ്ടിയാണല്ലോ, അതെങ്കിലും 6 ആള് വന്നു പറഞ്ഞു. അത് സാർ, ചെറിയ ആൾക്കാര് ഫാമിലി പറ്റില്ല, അത് അലൗഡേ അല്ല. എന്നിട്ട് മൂപ്പന്റെ അടുത്ത് ഇവര് 50 രൂപ കൊണ്ട് പോയി. 100 രൂപ കൊടുത്തു. അതും പറ്റില്ല, 1000 വേണം പറഞ്ഞു കേട്ടോ. നമ്മളുടെ കേരള പോലീസ് പോലെയല്ല, ഭയങ്കരമായിട്ടുള്ള പോലീസിനെ അപ്രീഷിയേറ്റ് ചെയ്യാം. ഞങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. കേരള പോലീസ് പറഞ്ഞാൽ 1 രൂപ നമ്മുടെ ഫൈൻ വാങ്ങിച്ചാൽ അതിന്റെ അപ്പൊ തന്നെ ബില്ല് തരും. അത് എപ്പോഴാണ് മനസ്സിലാവുന്നത് അല്ലേ? ഇവിടെ 500 1000 വേണം പറഞ്ഞു. നമ്മള് സാർ പറഞ്ഞിട്ട് 500 കൊടുത്തിട്ട് അയാള് പിന്നെ ചന്തക്കണ്ട പരിചയമില്ല. എനിക്ക് 500 വേണ്ടായിരുന്നു, 200 മതി. അതെ, എല്ലാ വണ്ടികളിലും പിടിച്ചു. നമ്മളുടെ മാത്രല്ല, എല്ലാ വണ്ടികളിലും പിടിച്ച് ചാകരയായിരുന്നു ഓർക്കുന്നത്. ബാക്കി നാളെയാണ്. ഇനിയിപ്പോ നാളെ നേരെ നമ്മള് ഒരാള് പറഞ്ഞു 50 കൊടുത്തു, 50 പോയി. പിന്നെ പറഞ്ഞു 100, പിന്നെ 500 കൊടുത്തു. അതിന്റെ വീഡിയോ നമ്മുടെ നമ്മൾ റിവീൽ ചെയ്യുന്നത്. വീഡിയോ എടുത്ത് വെച്ചിട്ടോ. കേരള പോലീസിനേക്കാൾ ഈ തമിഴ്നാട് പോലീസ്, സോറി അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിൽ വന്നു, ഡ്രസ്സൊക്കെ മാറ്റി നേരെ എങ്ങോട്ട് പോയി? കാറിന്റെ ഒരു പാലസിലേക്ക് പോയി. കാർ മ്യൂസിയത്തിൽ പോയി, പിന്നെ വൃന്ദാവൻ ഗാർഡനിൽ പോയി, പയാന മ്യൂസിയമിലും പോയി, വൃന്ദാവൻ ഗാർഡനിൽ പോയി. അവിടുത്തെ വേറെ വൈബ് വിശേഷങ്ങൾ അത് ഞാൻ നാളെ പറയാം. ഇന്നത്തെ കഥയിൽ ഒതുങ്ങില്ല. നാളെ നേരെ സൂര്യൽ പോകണം, പാലസിൽ പോകണം, എന്നിട്ട് നേരെ സത്യമംഗലം കാട് വഴി നേരെ കോയമ്പത്തൂർ വഴി പാലക്കാട് അല്ലേ? ഇനി അടുത്ത ട്രിപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൽ സച്ചുമില്ല, ഗേൾസ് ഒന്നും ഇല്ല, ഞങ്ങൾ ബോയ്സ് മാത്രം. ഓക്കെ, ശരി. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. വരികയാണെയോ? നമ്മുടെ വൈബിന് പറ്റുന്നില്ലെങ്കിൽ, നമ്മുടെ വൈബിന് പറ്റുകയാണെങ്കിൽ വന്നോ. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.